ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നു എന്ന് ജാമ്യാപേക്ഷയെ തള്ളിയ ഉത്തരവിൽ പരാമർശം. അതിനിടെ കേസിൽ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ പുറത്തു വന്നേക്കും. എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഗുരുതര പരാമർശങ്ങളാണ് കൊല്ലം വിജിലൻസ് കോടതി നടത്തിയത്. എ പത്മകുമാർ ക്രിമിനൽ ഗൂഢാലോചന നടത്തി. തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പാളികൾ കൊടുത്തുവിട്ടു. വേലി തന്നെ വിളവ് തിന്നെന്നും കോടതി നിരീക്ഷിച്ചു. പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 2018 മുതൽ ബന്ധമുണ്ടെന്ന് SIT കോടതി അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നും SIT. എ പത്മകുമാറിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. അതിനിടെ എ പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. മുരാരി ബാബുവിന്റെ പുതിയ ജാമ്യ ഹർജിയിൽ SITയോട് ഹൈക്കോടതി മറുപടി തേടി. VSSCയിൽ അയച്ച സ്വർണ്ണ ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്നോ നാളെയോ SITക്ക് ലഭിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.